നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവും പാലക്കാട് ജില്ലാ ട്രഷററും ദീർഘകാലം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രസിഡൻറ്റുമൊക്കെയായിരുന്ന PA തങ്ങളാണ്. തങ്ങൾക്ക് സ്വാഗതം. നമുക്കറിയാം, ദീർഘകാലമായി ജനപ്രതിനിധിയാണ്, നാടിനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയമായി ലീഗിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. 4.5 പതിറ്റാണ്ട് ആയിട്ട് ലീഗിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചു വരികയാണ്. എത്രത്തോളം സമൂഹത്തോട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലൊക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലാനും അവരോട് കമ്മിറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പട്ടാമ്പിയിലാണ്. ഞാൻ ആദ്യം മഹാരാഷ്ട്ര കോലാപ്പൂരായിരുന്നു. അവിടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ. കോലാപ്പൂർ അവിടെ മഹാരാഷ്ട്രയിൽ ജോലിക്ക് പോയതാണ്. അവിടെ ഒരു ബിസിനസ് ആയിരുന്നു വേറെ ആളുടെ കൂടെ. അങ്ങനെ ഈ കടുംപോയ വരാനുള്ള കാരണം, എൻ്റെ ഒരു അമ്മാമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മാമ്മൻ്റെ മകനെ കൊണ്ട് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ ഉമ്മ ഇവിടെ വന്നപ്പോൾ ഇവിടെ താമസിക്കണമെന്നൊരു ആഗ്രഹമായി. അങ്ങനെ ഞാൻ കോലാപ്പൂരിൽ നിന്ന് വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, ഇനി പോകണ്ട, ഇവിടെ തന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു. ചില ആളുകളുടെ കൂടെ ചില ബിസിനസ്സുകളൊക്കെ ആരംഭിച്ചു. അങ്ങനെ പൊതുപ്രവർത്തനം തുടങ്ങി. അപ്പോൾ അന്നൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ അകലെയാണ്. ഇപ്പം എൻ്റെ അയൽവശത്തൊക്കെ ഹിന്ദുസാണ് കംപ്ലീറ്റ്. പിന്നെ ക്ഷേത്രം, അമ്പലവാസികളും. അപ്പം ഞാൻ വന്നപ്പോൾ അവർക്കൊക്കെ എന്നെക്കുറിച്ച് മനസ്സിലായില്ല. കുറേ കഴിഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് അവർ മനസ്സിലാക്കി. ഈ പരിസരത്തൊക്കെ എന്നോട് നല്ല ബന്ധമാണ്. ഞാൻ 7 തവണ പഞ്ചായത്തിൽ മത്സരിച്ചു. എന്നോട് ഇവിടെയുള്ളവരും ഈ അമ്പലവാസികളും പറയും, താങ്കളിങ്ങനെ ദൂരെ പോയി മത്സരിക്കണ്ട, ഇവിടെ മത്സരിക്കണം എന്ന് പറയും. അത്രയ്ക്കുള്ള ബന്ധം ഉണ്ടായി. അങ്ങനെ ഞാൻ ഈ കുമാരനും മാധവേട്ടനുമായിട്ട് ബന്ധപ്പെട്ടു. മുൻ നേതാക്കൾ കുമാരേട്ടൻ, അതുപോലെ തന്നെ അപ്പോൾ അവരുടെ കൂടെ ചില പൊതുപ്രവർത്തനത്തിൽ ഞാൻ സജീവമായി പങ്കെടുത്തു. അവർക്ക് എന്നെ വളരെ ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആശയമാണ്. മുസ്ലിം ലീഗിൻ്റെ ആശയം ആദർശനുള്ള ആളാണ്. അപ്പോൾ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഈ പൊതുപ്രവർത്തനമൊക്കെ ബന്ധപ്പെട്ടു. ഇളമ്പിലാശ്ശേരിയുണ്ടായ ഒരു സമരം, അതിൽ ഞാൻ ഈ കൃഷിക്കാർക്കെതിരെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായി. അതിൽ ഞങ്ങളൊക്കെ സജീവമായിട്ട് പങ്കെടുത്തു. അങ്ങനെ ഞാനിവിടെ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചു. പിന്നെ ഞാനിവിടെ കുലിക്കില്ലാട് സർവീസ് സഹകരണ ബാങ്കിൽ 18 കൊല്ലം ഡയറക്ടറായി. ആദ്യമായിട്ട് ഞാൻ പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് അക്കരയാണ്, പുഴ അക്കര. ഞാൻ താമസം ഇക്കരയാണ്. ഇപ്പോഴത്തെ 3 വാർഡ് കൂടി ഒരു വാർഡായിരുന്നു. അപ്പോൾ ഞാൻ അക്കരെ മത്സരിക്കാൻ ചെന്നപ്പോൾ എനിക്കെതിരെ നിന്ന ഒരു സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഞാനാ വരുന്നത് കണ്ടപ്പോൾ. അത് അവിടുത്തെ പള്ളിക്കാരനൊരു മകനായിരുന്നു. അയാൾക്ക് അവിടെ കുടുംബം ബന്ധുക്കളൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ വോട്ട് 13ാം വാർഡിലാണ്. ഞാൻ അക്കരെ പോയി മത്സരിച്ചത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു പ്രചരണം എന്താ വെച്ചാൽ, ഞാൻ അക്കരക്കാരക്കരെ വന്നു എന്നുള്ളതായിരുന്നു. അതിൽ പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു. ഞാൻ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അവിടുന്ന് ആദ്യമായിട്ട് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്തു. അന്ന് ഞങ്ങൾ മത്സരിച്ചത് ഞാനും കുമാരനും മാധവേട്ടനും. ഈ കുലിക്കില്ലാടുള്ള അമ്മിണിയമ്മ, അവരും സ്വതന്ത്രയാണ്. അവരിപ്പോൾ കോൺഗ്രസ്സാണ്, അവരിപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മത്സരിച്ചു. ഞങ്ങൾ 4 സീറ്റും CPM 4 സീറ്റും കിട്ടി. പിന്നെ PRC നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇളമ്പലാശ്ശേരിയിൽ. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളെ കൂടെ കൂട്ടി. അപ്പോൾ പഞ്ചായത്ത് അത് കുമാരൻ 100% സ്വതന്ത്രനാണ്. പഞ്ചായത്ത് ബോർഡ് രൂപീകരണ സമയത്ത് ഞങ്ങൾ കുമാരനെ പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ചു. CPM തീരുമാനിച്ചു. അപ്പോൾ കുമാരൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്ത് CPM ഞങ്ങളും കൂടി മത്സരമായി. CPIയും ലീഗും കൂടി അന്ന് വളരെ സഖ്യമായിരുന്നു. അതിൽ പിന്നെ കുമാരൻ ആർക്കും വോട്ട് ചെയ്തില്ല. വൈസ് പ്രസിഡൻറ്റ് അച്യുനാർ CPMൻ്റെ ആയി ഭരണം തുടങ്ങി. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് ഭരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ അന്ന് 9 വാർഡാണ്, ഇപ്പോഴത്തെ 18 വാർഡാണ്. എല്ലാ വാർഡിലും പോയി പ്രവർത്തിച്ചു. അങ്ങനെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ പിന്നെ 5 കൊല്ലം ഞങ്ങൾ നന്നായിട്ട് ഭരിച്ചു. കുറേ വികസനങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നു.
പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആറ്റാശ്ശേരി മത്സരിച്ചത്, രണ്ടാമത്തെ മത്സരം. അതിൽ ഞാൻ പ്രസിഡൻ്റായി, ഏറെ കൊല്ലം പ്രസിഡൻ്റായി. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെയും നീട്ടി ഭരണം, പിന്നെ 2.5 കൊല്ലം. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി. പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ ഇവരൊക്കെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് CPM ലീഗും ഒന്നായിരുന്നു. എന്നാലും മാധവേട്ടൻ്റെയും കുമാറിൻ്റെയും സഹായം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ഒരു പരാതി പോയി. അപ്പോൾ ഒരു കുട്ടി കുണ്ടോട്ടിയിലാണ് സ്കൂൾ പഠിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള എങ്ങനെ അവർക്ക് വിവരം കിട്ടി? ഒപ്പിട്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും സമ്മതിക്കില്ല, കേസ് അങ്ങനെ ഉണ്ടായത്. അങ്ങനെ അവർ എൻ്റെ പേരിൽ കേസ് കൊടുത്തു. നമ്മുടെ ഒപ്പമുള്ള ആളുകളെ തന്നെയാണ് അത് ചെയ്തത്. കോൺഗ്രസിൻ്റെ ആളുകളായിരുന്നു, വൈസ് പ്രസിഡൻ്റായിരുന്നു. അയാൾ വേറൊരാളെ സ്വാധീനിച്ച് കോട്ടപ്പുറത്തുള്ള ഒരുത്തനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത്. ആ കേസ് എന്ന് പറഞ്ഞാൽ ഈ ചട്ടം ലംഘിച്ചു സർട്ടിഫിക്കറ്റ് കൊടുത്താണ്. അതിൽ മജിസ്ട്രേറ്റ് അറസ്റ്റ് വാറൻ്റാണ് പുറപ്പെടുവിച്ചത്. അപ്പം ഞാനിത് അറിഞ്ഞത് അവിടുത്തെ 2 പോലീസുകാർ എന്നോട് വന്നിട്ട് വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരു നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു കേസുണ്ട്, അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം. SI ഞാനും കൂടി കുറച്ച് അടുപ്പുണ്ടായിരുന്നില്ല, ഞാനും മാധവേട്ടനും SI തെറ്റായിരുന്നു. അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാൻ പാലക്കാട് പോയി. അപ്പോൾ എൻ്റെ വീട്ടിലൊരു പോലീസുകാരൻ അന്വേഷിച്ച് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. എൻ്റെ ഉമ്മ അന്ന് ജീവിച്ചിരിപ്പുള്ള കാലമാണ്. അപ്പോൾ ഞാൻ അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഫോൺ ചെയ്തു SIക്ക്, എന്തിനാണ് എന്നെ അന്വേഷിച്ച് പോലീസുകാരനെ വിട്ടത്? കേസുണ്ട് നിങ്ങളുടെ പേരിലായിരുന്നു. കേസുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരില്ല ചോദിച്ചു. ആ കേസുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. എന്നാൽ ഇങ്ങോട്ട് വാ, പിടിച്ചുകൊണ്ടിരാൻ, ഞാൻ പഞ്ചായത്ത് ഓഫീസിലാണ്, ധൈര്യമുണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ SIയും കൂടി വേണ്ട വർത്താനായി. ഇത് പഞ്ചായത്തിലെ സ്റ്റാഫൊക്കെ കേട്ടിട്ട് അവർക്ക് ഭയങ്കര ബേജാറായി. ഇനി SI ഇങ്ങോട്ട് വരുമോ, എന്നെ പിടിക്കുമോ, ബഹളം ഉണ്ടാക്കുമെന്ന് കഴിയും. അപ്പോൾ അവർ മാധവേട്ടന് ഫോൺ ചെയ്തു. അപ്പോൾ മാധവേട്ടൻ ഉടനെ വന്നു, എന്നോട് ചോദിച്ചു എന്തുണ്ടായി ചോദിച്ചു. ഞാൻ പറഞ്ഞു SIമാരൊക്കെ സംസാരിച്ചു, മോശമായി സംസാരിച്ചു. ഞാൻ അങ്ങോട്ടും സംസാരിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ അവരോട് വരാൻ പറഞ്ഞു, ഇതേവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കത് വിടാൻ പാടില്ല. പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് അപമര്യാദയായി പെരുമാറിയ SIയുടെ പേരിൽ നടപടിയെടുക്കണം പറഞ്ഞിട്ട് നമുക്കൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കണം. അപ്പം തന്നെ അവിടുന്ന് മൈക്കൊക്കെ പെർമിഷൻ എഴുതി ആളെ വിട്ടു. മൈക്കൊക്കെ കെട്ടി അനൗൺസ് ചെയ്തു, കരിമ്പ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് അപമര്യാദയായ പെരുമാറിയ SIയുടെ പേരിൽ നടപടിയെടുക്കണം പറഞ്ഞു. അല്ല 100-500 ആൾക്കാർ അന്ന് തിരുവാഴിയുടെ പോലീസ് സ്റ്റേഷൻ ജാഥായി പോയി. അവിടെ വെച്ച് നന്നായിട്ട് പ്രസംഗിച്ചു. മാധവേട്ടൻ പ്രസംഗിക്കണമെങ്കിൽ ഞാൻ ഇന്ന് ഓർമ്മ വരെ എനിക്ക്. എടാ നീ SI, നീ പഞ്ചായത്ത് ഓഫീസ്, തങ്ങൾ പഞ്ചായത്ത് ഓഫീസ് സ്റ്റേഷനിലായി നന്നായി, തങ്ങളെ കയ്യെത്തോടുത്ത് വെച്ചിട്ട് പറയില്ലായിരുന്നു മാധവേട്ടൻ ഇന്ന് പ്രസംഗിച്ചു. അന്ന് ഈ CN ശങ്കരനാരായണൻ ഞാനുമായിട്ട് വളരെ അടുപ്പായിരുന്നു, CPM ആണെങ്കിലും. അപ്പോൾ അന്ന് ഞാൻ BDC മെമ്പറാണ്, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി. ഗോവിന്ദൻകുട്ടി മാഷാണ് അതിൻ്റെ ചെയർമാന്. UDFൻ്റെ ആളായിട്ട് ഞാൻ ഒരു ആൾ മാത്രമേ ഉള്ളൂ. പിന്നൊക്കെ CPMൻ്റെ ആൾക്കാരാണ്, CPM ഭരിക്കണ കാലമാണ്. അപ്പോൾ ബ്ലോക്ക് ഓഫീസിൽ CN ശങ്കരനാരായണൻ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഗംഗാധരൻ സപ്പോർട്ട് ചെയ്തു. കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് വളരെ മോശമായി പെരുമാറിയ PA തങ്ങളോട് വളരെ മോശമായി പെരുമാറിയ SIയുടെ പേരിൽ നടപടിയെടുക്കണമെന്നുണ്ട്. ആ പ്രമേയം ഐക്യകണ്ഠേന തന്നെ പാസ്സായി. അപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ പിന്നെ യോഗമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ മെമ്പർ N ഹംസ, ഞങ്ങളുടെ പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റ്, നമുക്ക് ഇവിടെ ഒരു പ്രമേയം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹംസ ഒരു പ്രമേയം അവതരിപ്പിച്ച് കോപ്പെന്ന് പറഞ്ഞ CPയുടെ ഒരു മെമ്പർ പിന്താങ്ങി. അപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ 4 ആൾ അതിനെ എതിർത്തു. അപ്പോൾ കുമാരൻ അന്ന് പഞ്ചായത്ത് മെമ്പറാണ്, ബാലേന്ദ്രൻ മാഷും മെമ്പറാണ്, പിന്നെ കോപ്പനും മെമ്പറാണ്. അവരൊക്കെ അതിനെ അനുകൂലിച്ചു. അപ്പോൾ പ്രമേയം പാസ്സായി. അപ്പം അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായത് എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ്. ഈ പഴയകാല നേതാക്കൾ നമുക്കറിയാം. ആ സമയത്ത് എന്നോട് ഇവരൊക്കെ സഹകരിച്ചിരുന്നു. CPMൻ്റെ ആൾക്കാരും CPIയുടെ ആൾക്കാരൊക്കെ സഹകരിച്ചിരുന്നു. കാരണം എൻ്റെ പ്രവർത്തനത്തിൽ അവർ വളരെ സംതൃപ്തരായിരുന്നു.
ഇത് പഞ്ചായത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മത്സരം ഞങ്ങൾ നന്നായിട്ട് നടക്കും. പഞ്ചായത്തിൻ്റെ ഉള്ളിൽ വന്നാൽ മേശൊക്കെ ചുറ്റിയിരുന്നാൽ എല്ലാവരും ഒരുപോലെ കാണും. ഞാൻ പ്രസിഡൻ്റായപ്പോഴും അങ്ങനെ തന്നെ ഏറെ കൊല്ലം. എല്ലാ മെമ്പർമാർക്ക് മാത്രമല്ലല്ലോ, രാജ്യത്തല്ലേ വികസനം. അപ്പോൾ എല്ലായിടത്തും വികസന പ്രവർത്തനം നടത്തുന്ന രൂപത്തിൽ ജയിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരും പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ പഞ്ചായത്ത് മെമ്പറായപ്പോൾ, ആദ്യം പഞ്ചായത്ത് മെമ്പറായപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഞാൻ കുറേ വികസന പ്രവർത്തനം അക്കരെ നടത്തി. ഈ അന്ന് കൂട്ടിലക്കടവ് റോഡൊക്കെ മണ്ണ് റോഡാണ്, ഒരു റോഡും ഉണ്ടായിട്ടില്ല. അപ്പോൾ കൂട്ടിലക്കടവ് നിന്ന് കാഞ്ഞിരായ്ക്ക് ഒരു റോഡ് വെട്ടി. അത് പാടമൊക്കെ ഇരുന്നു. അപ്പോൾ പാടമൊക്കെ ഫില്ല് ചെയ്ത് അതിനൊരു ഫണ്ട് കിട്ടി, അൺഎയ്ഡ് ഫണ്ട് പറഞ്ഞിട്ട് അത് എൻ്റെ വാർഡിലേക്ക് തന്നു. അപ്പോൾ അതുവരെ റോഡ് വെട്ടിയപ്പോൾ ആളുകൾക്ക് വളരെ സൗകര്യമായി. അപ്പോൾ കടപ്പാടെന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ആ കടപ്പാടത്തൊക്കെ മാർക്സിസ്റ്റുകാരാ, ഒക്കെ തണ്ടാന്മാരുമാണ്. അപ്പോൾ അവർക്ക് പോകാൻ നല്ലൊരു വഴിയില്ല. അപ്പോൾ ഞാൻ ഈ റോഡ് വെട്ടിയപ്പോൾ അവർ പറഞ്ഞു, തങ്ങൾ UDF ആണ്, ഞങ്ങൾ മാർക്സിസ്റ്റുകാരും തണ്ടാന്മാരുമാണ്, ഞങ്ങളുടെ ഭാഗത്തേക്ക് ഒരു വികസനം തങ്ങൾ കൊണ്ടുവരില്ല പറഞ്ഞു. ഇത് എന്നോട് ആരോ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ആ സ്ഥലം ഒന്ന് പോയി കണ്ട്. സ്ഥലം ഒന്ന് പോയി കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതായാലും വഴി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. 5000 രൂപ ചിലവ് ചെയ്തിട്ട് വഴി വെട്ടി തെളിയിച്ചു. അപ്പോൾ ഞാൻ ആ വഴിയൊന്ന് പോയി കാണാൻ പോയി, പണി കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ 5000 രൂപയുടെ പണി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 25,000 രൂപയുടെ പണിയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നോട് അവർ പറഞ്ഞു, തങ്ങളെ ഇപ്പം ഞങ്ങൾക്ക് നടക്കാൻ നല്ലൊരു വഴിയായി, ഞങ്ങൾക്ക് വാഹനം വരുന്ന രീതിയിലുള്ള ഒരു റോഡ് വേണം, അത് നിങ്ങളൊരു അഭ്യർത്ഥനയാണ്, ഞാൻ ശ്രമിക്കാറിഞ്ഞു. അപ്പോൾ അത് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം കഴിയില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അപ്പോൾ ഒന്ന് UDFൻ്റെ ഭരണം വന്നു. അപ്പോൾ KK വേലായുധൻ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, സാമൂഹ്യ വികസന വകുപ്പ് മന്ത്രി. അദ്ദേഹം ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ VS വിജയരാഘവൻ MP ആണ്, അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിച്ചു. ഞാൻ തങ്ങൾ വരും, ആ റോഡിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് പഞ്ചായത്തിൻ്റെ പ്രമേയം എടുത്തിട്ട് തിരുവനന്തപുരത്ത് എല്ലാം പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ ഇയാൾ ഈ എസ്റ്റിമേറ്റും ഇതും കൊടുത്തപ്പോൾ ഇയാൾ പറഞ്ഞ് 20 ലക്ഷം റുപ്യാണ്, ഇന്നാണെങ്കിൽ 50 ലക്ഷം റുപ്യ വേണം, ഇത്ര തോണ സംഖ്യ ഒന്നുമില്ല, 5 ലക്ഷം റുപ്യ തരാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് പറ്റില്ല പറഞ്ഞു. പറ്റില്ലെങ്കിൽ യാതൊരു രക്ഷയില്ല പറഞ്ഞു. അപ്പോൾ കടലാസിന് വാങ്ങി ഞാൻ പോന്നു. ഞങ്ങളുടെ മന്ത്രിയിലാണ് CT അമ്മാലി, പഞ്ചായത്ത് വകുപ്പ് മന്ത്രി. ഞാൻ അയാളുടെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ വേലായുധൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു 20 ലക്ഷം വേണം, അതിന് അയാൾ 5 ലക്ഷം തരാൻ പറഞ്ഞപ്പോൾ ഞാൻ കടലാസ് വാങ്ങി പോകുമെന്ന് പറഞ്ഞു. ആൾ ഉടനെ ഫോൺ ചെയ്തു. PA തങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രധാന ആളാണ്, നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള ഒരു റോഡാണ്, ഞങ്ങൾ കൊടുക്കണം പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ പറയുമോ പറഞ്ഞു. ഞാൻ ഈ കടലാശ്ശേരി ചെന്നപ്പോൾ മന്ത്രി ചോദിച്ചു, എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു 5 ലക്ഷം കൊണ്ടൊന്നും ആവില്ല. അപ്പോൾ കടലാശ്ശേരി അറിഞ്ഞു. എന്നിട്ടാണ് കുറിച്ച് എന്നോട് പറഞ്ഞു 14 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട്, പോയിക്കോളി പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷത്തിൽ വന്നു. 2 ദിവസം വന്നപ്പോൾ ബ്ലോക്കിൽ അതിൻ്റെ കടലാസ് വന്നു. അങ്ങനെ ആ റോഡ് വെട്ടി നല്ല റോഡായി, ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന റോഡായി. മണ്ണ് റോഡാണ്. ഇപ്പോൾ ആ റോഡ് റബ്ബറൈസ് ചെയ്ത് നല്ല റോഡായി മാറിയിട്ടോ. അപ്പോൾ ഞാൻ ഈ റോഡ് വെട്ടിയൊന്ന് കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെയുള്ള ഈ തണ്ടാൻ സമുദായത്തിലുള്ള ആളുകളൊക്കെ മാർക്കിസ്റ്ററാ, വേറെ ഒരു പാർട്ടിക്കാരില്ല അവിടെ. ആ സ്ത്രീകളും കുട്ടികളൊക്കെ വന്നപ്പോൾ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾക്ക് ഏതായാലും ഒരു റോഡ് നിങ്ങൾ ഉണ്ടാക്കി തന്ന് വളരെ സന്തോഷമുണ്ട്, അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കൊരു സ്വീകരണം തരികയാണ്. ആയിക്കോട്ടെ അറിഞ്ഞ്. അപ്പോൾ അവർ 1 റുപ്യയും 2 റുപ്യയും പിരിച്ചിട്ട് 100 റുപ്യയുടെ ഒരു നോട്ടുമാല ഉണ്ടാക്കി ഒരു കുട്ടിയെ കൊണ്ട് എൻ്റെ കഴുത്തിലടിപ്പിച്ചു. അത് എനിക്കൊരു അനുഭവമായി. കാരണം ഒരു മുസ്ലിം ലീഗുകാരും ഇല്ലാത്ത, ഒരു മുസ്ലിങ്ങളും ഇല്ലാത്ത, വെറും തണ്ടാന്മാരും CPMകാരും മാത്രമുള്ള ഒക്കെ ചെത്തു തൊഴിലാളികളാണ്. അവർ എനിക്ക് തന്ന ഒരു സ്വീകരണം എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എത്രത്തോളം പിന്തുണ ആ കാലത്ത് ലഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അപ്പോഴും അങ്ങനെ തന്നെ. അതായത് ആ ഒരു സ്വീകരണം എനിക്ക് വളരെയധികം സന്തോഷമായി. അല്ല, ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണ എനിക്ക് ആ കാലത്ത് കിട്ടി. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അന്ന് ഇപ്പോൾ മാധവേട്ടനൊക്കെ പറഞ്ഞ CPIയുടെ ആളായിരുന്നു. അതെ, അന്ന് ലീഗ് CPI ആയിട്ട് കുറച്ചു കാലം സാറിന് ഉണ്ടായിരുന്നു, പിന്നെ തെറ്റി എന്നോടുള്ള ബന്ധം വിട്ടിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു? അതിനുശേഷം എങ്ങനെയായിരുന്നു? അതിനുശേഷം ഞാൻ എൻ്റെ പാർട്ടിയായിട്ട് പോകും. എന്നാലും ഈ പൊതു കാര്യങ്ങളിലൊക്കെ അവർ യോജിക്കും. പൊതു കാര്യങ്ങളിൽ, വികസന കാര്യങ്ങളിൽ
രാജ്യത്തുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളിലൊക്കെ ഞാനുമായിട്ട് യോജിക്കും. അപ്പോൾ മാധവനും അങ്ങനെയായിരുന്നു, കുമാരേട്ടനും അങ്ങനെയായിരുന്നു. അവർ ഒപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു അനുഭവം, ഒരു വേറിട്ട അനുഭവം, നല്ല അനുഭവമാണ്. ഒരു ജ്യേഷ്ഠാജ്യന്മാരെ പോലെയുള്ള ഒരു ബന്ധമായിരുന്നു എനിക്ക് കുമാരേട്ടനായിട്ടും മാധവേട്ടനായിട്ടും. ഇപ്പോൾ കുമാരൻ മരിച്ചിട്ട് ഒരു കൊല്ലമായി. അതിന് അനുസ്മരണ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ കുമാരൻ പിന്നെ നമ്മുടെ പാർട്ടിക്കെതിരായിട്ട് അവിടെ മത്സരിച്ചു. അപ്പോൾ മാധവേട്ടൻ കുമാരനോട് പറഞ്ഞ് ഇന്ന് പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ കുമാരേട്ടൻ എൻ്റെ അടുത്ത് വന്നു. ഞാനിങ്ങനെ മണ്ണാർക്കാട് സ്ഥാനാർത്ഥിയാണ്, CPI കയറി നിർബന്ധിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിച്ചു. ഞാൻ കുമാരേട്ടനോട് പറഞ്ഞു, കുമാരേട്ടാ, ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്ന എൻ്റെ പെറ്റമ്മാനെയാണ്. എൻ്റെ പെറ്റമ്മ എൻ്റെ പാർട്ടിക്കെതിരായി നിന്നാൽ ഞാൻ അമ്മക്കെതിരായി പ്രവർത്തിക്കും. അപ്പോൾ കുമാരേട്ടനോട് എല്ലാ സ്നേഹവും ബഹുമാനവും ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ എല്ലാ ദുരവും കുമാരേട്ടന് പ്രതീക്ഷിക്കാറുണ്ട്. കുമാരേട്ടൻ പറഞ്ഞു അതെന്നെ ശരി പറഞ്ഞു. ഈ മുസ്ലിം ലീഗിൽ ഏറ്റവും സ്വാധീനിച്ച നേതാവ് ആരാണ്? എൻ്റെ എല്ലാ നേതാക്കന്മാരും എന്നോട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് എന്നെ ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ, എന്നെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, തങ്ങളെക്കുറിച്ച് ഒന്നും പറയണ്ട, തങ്ങളെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ നിർബന്ധമായിട്ടും പരിപാടിയിൽ പങ്കെടുക്കും. 16-ാം തീയതി എന്നുള്ളത് ഡേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ പഴയകാല നേതാക്കൾ ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ. പഴയകാല നേതാക്കൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നിട്ട് വളരെ അടുപ്പായിരുന്നു, എന്നോട് വളരെ സ്നേഹമായിരുന്നു. അതുപോലെ ഉമർ ബാഫയ്ക്ക് തങ്ങൾ, അങ്ങനെ എല്ലാ നേതാക്കന്മാരും എന്നോട് വളരെ അടുപ്പായിരുന്നു. എനിക്കുള്ള ഈ ബന്ധങ്ങളൊക്കെ അവർക്കറിയാം. ഈ കുമാരേട്ടനും മാധവേട്ടൻ ശിഹാബ് തങ്ങൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, കുമാറിൻ്റെയും മാധവൻ്റെയും വർത്താനം എന്താ ചോദിച്ചു. അപ്പോൾ അവർക്ക് അറിയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പാർട്ടിയിൽ നിന്ന് ഞാൻ ചലിക്കില്ല എന്ന് അവർക്കറിയാം. അതൊരു വ്യക്തിപരമായ ബന്ധം മാത്രം, പാർട്ടിയുടെ രീതി അങ്ങനെ തന്നെ ഏറ്റെടുത്ത് നടത്തുമായിരുന്നു. അതെ. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ ആറ്റാശ്ശേരി മത്സരിക്കുമ്പോൾ ഞാൻ വിജയിക്കാൻ വേണ്ടി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ അന്നപൂർണ്ണ ക്ഷേത്രത്തിലേക്ക് ഒരു വിളക്ക് വഴിപാട് ചെയ്തു. നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് ചെയ്തു. അപ്പം ഞാൻ വിജയിച്ചു, നല്ല ഭൂരിപക്ഷം ജയിച്ചു. അപ്പോൾ ഇയാൾ 6000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു വിളക്ക് വാങ്ങി. എന്നിട്ട് എന്നെ വിളിച്ചു, ഇത് അമ്പലത്തിൽ കൊടുക്കുമ്പോൾ നിങ്ങളും കൂടി വേണം പറഞ്ഞു. ആയിക്കോട്ടെ വരാം. അപ്പോൾ രാവിലെ 8 മണിക്കാണ് കൊടുക്കുക പറഞ്ഞു. അപ്പോൾ ഞാൻ 8 മണിക്ക് ഇവിടുന്ന് പോയി. അപ്പോൾ ഇയാൾ വിളക്കായിട്ട് വന്നു. അപ്പോൾ അമ്പല കമ്മിറ്റിക്കാരും അമ്പലത്തിലെ പൂജാരിയൊക്കെ എന്നെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇയാൾ ഈ വിളക്ക് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ തൊട്ടു. അപ്പോൾ ആ അമ്പലത്തിൽ എനിക്ക് കിട്ടിയ ഒരു സ്വീകരണം ഞാൻ എന്നും ഓർക്കും. മറ്റേ നമ്മുടെ രാഷ്ട്രീയത്തിനും മതത്തിനൊക്കെ അതീതമായിട്ടൊരു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അമ്പലത്തിൻ്റെ എല്ലാ സഹായം ചെയ്യും പറഞ്ഞു. എല്ലാ കൊല്ലവും ഞാൻ തൊഴിലുറപ്പ് വരെ കൊണ്ട് അവിടെ കല്യാണം നടക്കുന്ന ക്ഷേത്രമാണ്. ഏതായിരുന്നു അമ്പലം? അന്നപൂർണ്ണ ക്ഷേത്രം, ആറ്റാശ്ശേരി. ആ കാടൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുക്കും. അമ്പലത്തിൻ്റെ ശുചീകരണം പഞ്ചായത്തിന് ചെയ്യാം. കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കാനുള്ള വകുപ്പുണ്ട്. അത് വെച്ച് ഞാൻ എല്ലാ കൊല്ലം അവിടെ വൃത്തിയാക്കി കൊടുക്കും. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കൂടെ പോകുമ്പോൾ മുമ്പിൽ കൂടെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും ആ അമ്പലത്തിലുള്ള ആളുകളൊക്കെ എനിക്ക് നൽകിയ സ്വീകരണം. ആ പൂജാരി അടക്കമുള്ളവർ വന്ന് ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവരൊക്കെ ഇറങ്ങി വന്ന് എന്നെ സ്വീകരിച്ചത് അതെനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. ഇപ്പോൾ ഈ പഴയകാല രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ളൊരു ബന്ധമാണ് ഇപ്പോൾ താങ്കളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെയല്ല. പല കണ്ടാൽ കടിച്ചു കീറാൻ പോകുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരൊരു ബദ്ധശത്രുക്കളെ പോലെ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ആദ്യം തന്നെ ഞാൻ മത്സരിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു. കാരണം 32.5 കൊല്ലം ഞാൻ പഞ്ചായത്തിൽ പ്രസിഡൻറ്റും മെമ്പറുമായിട്ട് ഇതിന് ചുക്കാൻ പിടിച്ചിട്ട് ഇനിയും ഞാൻ തന്നെ തുടരാ എന്നുള്ളത് ശരിയല്ല. അപ്പോൾ എൻ്റെ മക്കളും പറഞ്ഞു ഇനിയിപ്പോൾ മത്സരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സ്വയം മാറി നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ എന്നോട് CPMൻ്റെ നേതാക്കന്മാർ രഹസ്യമായിട്ട് എന്നെ വിളിക്കും. നാളെ പേര് ഞാൻ പറയില്ല, നിങ്ങൾ എന്തായാലും പഞ്ചായത്തിലുണ്ടാവണം പറയും. BJPയുടെ നേതാക്കന്മാർ എന്നെ വിളിക്കും. BJPയുടെ നേതാക്കന്മാർ വിളിച്ച് നിങ്ങൾ പഞ്ചായത്തിലുണ്ടാവണമെന്ന് പറയും. CPIക്കാർ എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ പാർട്ടിയുടെ തീരുമാനമെടുത്തു. 3 തവണ മത്സരിച്ചൊരിഞ്ഞ് മത്സരിക്കാൻ പാടില്ല. അതെനിക്കൊരു അനുഗ്രഹമായി. അത് കാരണം ഞാൻ മത്സരിച്ചില്ല. ഇപ്പോഴും പഞ്ചായത്ത് ഭരിക്കുന്നത് ലീഗാണ്. ഇപ്പോഴും പ്രധാന കാര്യങ്ങൾ ഞാനും കൂടി അതേ നിലപാടിൽ തന്നെ പഞ്ചായത്ത് ഭരണം പോണത്. എല്ലാവരോടും ഒരുപോലെ. ഇപ്പോൾ ഈ കരിമ്പുഴ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു സമരം ദേവരുണ്ടായിട്ടില്ല.
അപ്പോൾ ഞാൻ പറയും പ്രതിപക്ഷം ഭരണകക്ഷിയും പഞ്ചായത്തിലില്ല, പഞ്ചായത്തിൽ ഭരണസമിതിയാണ്. അപ്പോൾ ഞാൻ ഉമ്മർ പ്രസിഡന്റിനോട് പറയും എല്ലാവരും ഒരേപോലെ കാണണം. അതേപോലെ നടക്കുന്നുണ്ട്. പഞ്ചായത്തിനെക്കുറിച്ച് പൊതുവെ ജനങ്ങൾക്ക് നല്ല അഭിപ്രായം. ഞാൻ ഇല്ലാതായിട്ടും പഞ്ചായത്ത് ഭരണത്തിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. BJP മെമ്പറുണ്ട്. ഇപ്പോൾ എന്നെ ആദരിക്കാൻ വേണ്ടി ഒരു യോഗം ചെയ്തപ്പോൾ എല്ലാ പാർട്ടിക്കാരും വന്നു, BJPക്കാരൊക്കെ വന്നു. അവരൊക്കെ നല്ല രീതിയിൽ പ്രസംഗിച്ചെന്ന് ഞാൻ കേട്ടു. ഞാൻ പോയില്ല. അപ്പോൾ അതുപോലുള്ള ഒരു ഭരണമാണ് ഇപ്പോഴും തുടരുന്നത്. അതിൻ്റെ കാലം കഴിയുന്നവരെ ഉണ്ടാകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ ആളുകളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ലീഗ് പുതിയ ആൾക്കാരോട് പറയാറുണ്ട് അങ്ങനെ. അതെ. അവരോട് എന്താണ് പറഞ്ഞു കൊടുക്കാറ്? ഇങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായുള്ള പ്രവർത്തനം പഞ്ചായത്തിൽ വേണം എന്ന്. ഈ പഞ്ചായത്ത് കൂടുതൽ കാലം ഭരിച്ചത് ഞങ്ങളാണ്, ലീഗാണ്. ഇപ്പോൾ 4ാമത്തെ പ്രസിഡന്റാ. CPM 5 കൊല്ലേ ഭരിച്ചുള്ളൂ കുന്നത്ത് മെദീന്. അവർ ഭരിക്കുമ്പോൾ എന്നോട് കൂടി ആലോചിച്ചിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. കോൺഗ്രസ് ആകെ 2.5 കൊല്ലമാണ് ഭരിച്ചത്. കുമാരൻ ഭരിച്ചു. അപ്പം ഞാനും കുമാരനൊക്കെ സഖ്യത്തിലായിരുന്നു. പിന്നെ കൂടുതൽ കാലം ഈ പഞ്ചായത്ത് ഭരിച്ചത് ലീഗാണ്. ഇപ്പോഴും ഭരിക്കണത് ലീഗാണ്. അപ്പോൾ മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ ഞങ്ങളാണ് ഇവിടുത്തെ 1ാമത്തെ പാർട്ടി. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും കൂടുതൽ വോട്ട് കിട്ടിയത് ഞങ്ങളുടെ പാർട്ടിക്കാണ്. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങളാകെ 20% ഈ പഞ്ചായത്തിൽ. അപ്പോൾ ഇവിടുത്തെ ആ മുസ്ലിങ്ങളുടെ പരിപൂർണ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ പരിസരത്തുള്ള ആളുകളൊക്കെ, ഈ അമ്പലവാസികളൊക്കെ എനിക്ക് വളരെ സഹായം. ഇത്ര വലിയ പിന്തുണയൊക്കെ ജനങ്ങളുടെ നിന്ന് കിട്ടുമ്പോഴും, അതായത് നാട്ടുകാരുടെ നിന്നും പാർട്ടിയുടെ നിന്നൊക്കെ കിട്ടുമ്പോഴും ഒരു MLA അല്ലെങ്കിൽ അതിനപ്പുറമുള്ള സ്ഥാനത്തേക്ക് ഒന്നും തങ്ങൾക്കൊക്കെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലെന്തെങ്കിലും ഒരു വിഷമമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അത് കഴിയാതെ? അത് വിഷമമൊന്നുമില്ല. പാർട്ടി തീരുമാനിക്കണേ ഞാൻ തൃപ്തിപ്പെടും. എന്നാലും അത്തരം സ്ഥാനങ്ങളിലേക്കൊക്കെ വരേണ്ടതല്ലായിരുന്നു? കുറച്ചുകൂടി ആളുകൾക്കിടയിൽ ഇറങ്ങി ചെല്ലേണ്ട ഒരാൾ തന്നെ അല്ലായിരുന്നു? അല്ല, അത് പാർട്ടി ഓരോ സമയത്ത് ഓരോ ആൾക്കാരെ നിശ്ചയിക്കും. ഞങ്ങൾ മത്സരിക്കുന്ന ഒരു സീറ്റ് മണ്ണാർക്കാടാണ്. അവിടെ ഇപ്പോൾ കളത്തില്ലാത്ത മെമ്പറായിട്ടുണ്ട്. ഇപ്പോൾ ശംസുവാണ് MLA. അങ്ങനെ പാർട്ടി തീരുമാനിക്കുന്ന ആളെ ഞാനും കൊണ്ട് പോയി സഹായിക്കും. അത്തരത്തിൽ ഒരു വിഷമമൊന്നും തോന്നിയിട്ടില്ല? ഇല്ല, ഒരു വിഷമം തോന്നിയില്ല, സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നം, കോട്ടപ്പുറത്തൊരു പള്ളി പണിയെടുത്തു. അത് സത്യത്തിൽ AP-ക്കാരായിരുന്നു, നമുക്കെതിരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളെ കൂടി എതിർത്തു. ആൾക്കാരെ എല്ലാം കൂടി എതിർത്തപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നു. ഇങ്ങനെ പള്ളി കയറ്റുമ്പോൾ ആൾക്കാർ, ഞാൻ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് കയറ്റാനുള്ള നടപടി സ്വീകരിക്കാൻ പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർ വന്നു സംസാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, തിപ്പിലിക്കോട് ക്ഷേത്രം. അതൊരു പാടത്തിന് നടുക്കായിരുന്നു. അവർക്ക് റോഡ് വേണം പറഞ്ഞു. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഞാൻ റോഡ് വെട്ടി കൊടുത്തു. അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കൊടുത്തു. അതുപോലെ ക്രിസ്ത്യാനികളുടെ പള്ളി കയറ്റുമ്പോൾ പലരും എതിർത്തു. അപ്പോൾ അതിന് ഞാൻ അനുവാദം വാങ്ങിക്കൊടുത്തു. ക്രിസ്ത്യാനികളുടെ ഒരു ശ്മശാനമുണ്ട് ഇവിടെ, അത് വരാൻ പാടില്ല. കോഴിക്കാട് പള്ളിയുടെ അടുത്തായിരുന്നു, പാടില്ല എന്ന് ആൾക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ മരിച്ചാലും മറയണ്ടേ, അവർ മരിച്ചിട്ട് ആരും മറയുക, അല്ലെങ്കിൽ നമ്മൾ മറയണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ നമുക്ക് തടയാൻ പാടില്ല, അതിന് ചോദിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പള്ളി ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഡിമാൻഡ് വെച്ചു, അവിടെ ഡെഡ് ബോഡി മറവ് ചെയ്തില്ല, കാരണം ചുറ്റുപാടൊക്കെ ഹിന്ദുക്കളാണ്. അത് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു. മൈക്ക് ഉപയോഗിക്കരുത് പറഞ്ഞു, അതും ഉറപ്പ് കൊടുത്തു. പള്ളി സുഖമായി കയറി പറയുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിന് എതിരായാണ്, JP-ക്കാരാണ്. എന്നാലും ഇപ്പോൾ ഒരു പള്ളി കയറി, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു ഹിന്ദു മുസ്ലിം കുഴപ്പമില്ലാതെ ആ പ്രശ്നം, അതിന് കുമാരേട്ടനും മാധവേട്ടനും സഹായമുണ്ട് കേട്ടോ. അവരൊക്കെ ഈ സംസാരത്തിലുണ്ടായിരുന്നു. മീറ്റിംഗ് വിളിച്ച് കുട്ടി വേലക്കാർ സംസാരിച്ചു. അങ്ങനെ അവരുടെ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചു, നമ്മുടെ ഡിമാൻഡ് അവരും അംഗീകരിച്ചു. അങ്ങനെ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നീങ്ങിപ്പോയി. ഈ മുസ്ലിം ലീഗിലെ പഴയ തലമുറയിൽപ്പെട്ട നേതാക്കളോടൊപ്പം പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കളോടൊപ്പവും പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാൾ കൂടിയാണ്. ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാലത്തിൽ എല്ലാറ്റിലും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. മുമ്പത്തെ നേതാക്കന്മാരും ഇപ്പോഴത്തെ നേതാക്കന്മാരും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ ഒരു ആധുനിക യുഗമല്ലേ, അതിനനുസരിച്ചുള്ള മാറ്റം എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. ലീഗിലും അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എന്നാലും
എങ്കിലും കൂടുതൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള സൗഹൃദം ഇതൊക്കെ കാത്തു സൂക്ഷിച്ച് പോകേണ്ടതല്ലേ? കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ കുമാരനും മാധവനും മരിക്കുന്നത് വരെയും ഞങ്ങളെ ത്രിമൂർത്തികൾ എന്നാ വിളിക്കാം. കരിമ്പുഴയിലെ ത്രിമൂർത്തികൾ. കരിമ്പുഴയിലെ ത്രിമൂർത്തികൾ. അതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളാ ഇതിലായിരുന്നു. ചിലർ പരിഹാസിച്ചും വിളിക്കും, ചിലർ നന്നായിട്ടും വിളിക്കും. അപ്പോൾ ആ ബന്ധം അവർ മരിക്കുന്നത് വരെ എനിക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കുടുംബങ്ങളായിട്ട് അടുത്താണ്. ഇപ്പോൾ സുരേഷ് രാജ് ഇപ്പോൾ CPIയുടെ വലിയ നേതാവാണ്. എനിക്കൊരു മകനെ പോലെയാണ്. മാധവട്ട മകനല്ലേ. കുമാരൻ മരിച്ചു, മകൻ സുധിയുണ്ട്, എന്നോട് ബഹുമാനാണ്. ഞാനൊരു മകനെ പോലെ കാണുള്ളൂ. അവ കുടുംബങ്ങളായിട്ട് നല്ല ബന്ധമാണ്. ഇപ്പോഴും വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ടോ? ഇതിലൂടെയൊക്കെ സംസാരിക്കാറുണ്ട്. ഈ മുസ്ലിം ലീഗിൽ ഇപ്പോഴത്തെ ഒരു ഇതെടുത്താൽ ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതര നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി. ആൾക്കാർക്ക് ബോധ്യം വന്നു. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു മതപാർട്ടിയല്ല. മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസവും അതുപോലെ തൊഴിൽ രംഗത്തും വേണ്ടി പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷേ എല്ലാവരെയും സഹകരിച്ച് പോകുന്ന പാർട്ടിയാണെന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അത് മൊത്തം കേരളത്തിൽ തന്നെ അംഗീകാരമുണ്ട് ഞങ്ങൾക്ക് ആ നിലക്ക്. ഞങ്ങളൊരു മതപാർട്ടിയല്ല. മുസ്ലിം എന്നുള്ള പേരുണ്ട്, അത് മുമ്പേ ഉള്ള പേരാണ്. ഈ മതത്തിനപ്പുറം അപ്പോൾ എന്തുകൊണ്ട് വലിയ രീതിയിൽ ആളുകളെ സ്വാധീനിക്കാൻ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല? കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ഞങ്ങളുടെ MLA ജയിക്കുന്നത് വെറും മുസ്ലിങ്ങൾ മാത്രം വോട്ട് ചെയ്തിട്ടല്ല. പാർട്ടിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ പാർട്ടിയിലുണ്ട്. പാർട്ടിയിലും വളരെയധികം. ഇപ്പം നമ്മുടെ വനിതാ ലീഗിൻ്റെ നേതാവ് വയനാട്ടിലുള്ള ഒരു മുസ്ലിം സ്ത്രീയാണ്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും കൂടി കുറച്ചുകൂടി ലീഗിന്റെ നിലപാട് വെച്ച് നോക്കുമ്പോൾ ആ മതത്തിന്റെ കാഴ്ചപ്പാട് ആകർഷിക്കുന്നുണ്ട്, വളർച്ചുണ്ട്. അതിനപ്പുറം വളരാൻ ലീഗിന് കഴിയുന്നുണ്ട് തന്നെയാണ്. കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതെ. പിന്നെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് എന്നെ ഒന്ന് ആദരിച്ചു. ഞാൻ ഈ 32.5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ നമ്മുടെ അരവിന്ദാക്ഷനാണ് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ എന്നെ ഒന്ന് ആദരിച്ചു. ഒന്നോ ദിവസം വിളിച്ചു, ഇത് എനിക്ക് തന്നു. എന്നൊരു സാധനം അണിയിച്ചു. അവരാൾക്കാർ എന്നെ ആദരിച്ചു. അത് എനിക്കൊരു അനുഭവമല്ലേ. CPM ഭരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ലീഗുകാരനായ എന്നെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്കൊരു അനുഭവമാണ്, മറക്കാൻ കഴിയാത്ത അനുഭവമാണ് അതൊക്കെ. ഇപ്പോഴെങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളായിട്ടൊക്കെ നിലപാട്? ഇപ്പോഴും നല്ല നിലപാടാണ്. രാഷ്ട്രീയമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം ഞങ്ങൾ ചെയ്യും. അവരൊക്കെ ആയിട്ട് സഹകരിക്കേണ്ട കാര്യം വന്നാൽ സഹകരിക്കും. ഇപ്പോഴും ശ്രീകൃഷ്ണപുരത്തൊക്കെ CPMന്റെ ഒരു കോട്ടയാണ്. അവിടേക്കൊന്നും ഒരു ലീഗിന്റെ ഒരു ആധിപത്യമൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യണത്. പിന്നെ ലീഗിൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ പോകും. പട്ടാമ്പിയിൽ നിന്നാണല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത്. പട്ടാമ്പിയിലെ ശരിക്കും പറഞ്ഞാൽ KP തങ്ങളോ? KP തങ്ങൾ ആരായിരുന്നു? ഞാൻ അമ്മാവനായിട്ട് വരും. ഇപ്പം KSB തങ്ങളുണ്ട്, കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്. എൻ്റെ അമ്മാവൻ്റെ മകനാണ്. മൂപ്പരെ ജ്യേഷ്ഠൻ്റെ മകളെയാണ് എൻ്റെ ഹബീബ് തങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. എന്താണ് പുതിയ ഒരുപാട് നേതാക്കൾ വളർന്നു വരുന്നുണ്ടാവില്ല, ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ പുതിയ ആളുകൾക്കൊക്കെ പ്രവർത്തകർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? ഐക്യത്തിൽ കൂടെ പോകണം തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം, ഇപ്പോൾ ശ്രീകണ്ഠൻ MP ആയാലും, ഇപ്പോൾ തങ്കപ്പൻ DCC പ്രസിഡൻ്റായ അതിന് ശേഷം ആദ്യം വന്നു ഇവിടെ വന്നു. ആര്യഗോവിന്ദ മാഷുണ്ട്. ആര്യഗോവിന്ദ മാഷ് നല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. ഞാനായിട്ട് വളരെ ചെറുപ്പം മുതലേ വളരെ അടുപ്പാണ്. അയാളും തങ്കപ്പനും കൊണ്ട് ഇവിടെ വന്നു, എൻ്റെ അടുത്ത് വന്ന് ഇവിടെ ചായ കുടിച്ച് സന്തോഷത്തിലാണ് പിരിഞ്ഞത്. കോൺഗ്രസ് ഇപ്പോൾ അടിപിടി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. മാറ്റത്തെ എങ്ങനെയാണ് ലീഗ് നേതാവ് എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? എനിക്ക് സന്തോഷമാണ്. മാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് സുധാകരൻ്റെ നല്ല മാറ്റങ്ങളുണ്ട്. ഈ പുതിയ KPCC പ്രസിഡന്റ് നിലപാടുകളൊക്കെ KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ സതീശനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ലീഗായിട്ട് നല്ല ബന്ധമാണ്. സുധാകരൻ എന്നും ഞങ്ങളിത് വളരെ അടുപ്പുള്ള ആളാണ്. ലീഗായിട്ട് സതീശനും തന്നെ ആ നേതൃത്വത്തെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഈ മാറ്റം കോൺഗ്രസിന് ഗുണം ചെയ്യും തന്നെ ഗുണം ചെയ്യും. പുതിയ ആളുകൾക്കൊക്കെ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? പറഞ്ഞില്ല. നമ്മുടെ ആൾക്കാരൊക്കെ നമ്മളെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ അതാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പോലെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഞ്ചായത്തിൽ പോകും. ഇപ്പോഴും ചില ആളുകൾ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ എന്നെ വിളിക്കാം. അപ്പം ഞാൻ വിളിച്ച് പറയും, നല്ല രീതിയിൽ പഞ്ചായത്ത് ഭരണം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇത് തുടർന്നും കൊണ്ടേ ഇരിക്കുന്നുണ്ട്.
ഒരു സൗഹാർദ്ദപൂർണ്ണമായ ഒരു അന്തരീക്ഷം രാഷ്ട്രീയക്കാർ തമ്മിൽ വേണം. പ്രതിപക്ഷമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, നല്ല രീതിയിലാണ്. പൊതുവായി ഈ ഒരു നിലപാട് എല്ലാവരും സ്വീകരിക്കേണ്ടതല്ലേ? സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും സ്വീകരിക്കില്ല. ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കിയാലും ഇപ്പോൾ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നത് ശരിയാണോ? ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആരോടും വൈരാഗ്യ ബുദ്ധിയോട് പ്രവർത്തിക്കാറില്ല. രാജരത്നമായിട്ട് മാത്രം കുറച്ച് അടുപ്പില്ലായ്മയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും നല്ല പോലെ തന്നെയാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഇപ്പോൾ ഇറങ്ങാൻ കഴിയുന്നുണ്ടോ? ആരോഗ്യമൊക്കെ എങ്ങനെയാണ്? ആരോഗ്യം കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ ഷുഗറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത്രേ ഉള്ളൂ. ചെവി ലേശം കമ്മിയുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും പൊതുപ്രവർത്തന കാര്യങ്ങളൊക്കെ അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പരിപാടി ഞാൻ ഒഴിവാക്കാറില്ല. ഇല്ല. ഇനിയിപ്പോൾ ഒരു മരണമുണ്ട്, ബ്ലോക്ക് പ്രസിഡൻറ്റിൻ്റെ അച്ഛൻ മരിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ദീർഘായുസ്സോടു കൂടി ഇനിയും ഈ പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും ഒക്കെ തുടരാനും ആളുകൾക്ക് സഹായം ഒക്കെ എത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാൻ സമയം തന്നതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ വർത്താനമൊക്കെ ഒന്നും കൂടി ക്ലിയറായി പറയാൻ കഴിഞ്ഞാലും സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്.